1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ പറയാണ്, വഹൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ്ദുനിയ, വൈറലാവാനുള്ള അമിതമായ താല്പര്യം. വൈറലാവണം, റീച്ച് കിട്ടണം, ഫോളോവേഴ്സ് കൂടണം, സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്ന അമിതമായ ആഗ്രഹം. ഇതാണ് ഹുബ്ബുദ്ദുനിയ. ഈ മുസ്ലിം സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്കൊക്കെ വൈറലാവാൻ താല്പര്യമുണ്ടായി. പണ്ടൊക്കെ ഒതുങ്ങിക്കൂടിയവർ, പണ്ടൊക്കെ മറഞ്ഞു നിന്നവർ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലോകാവസാനം വരുമ്പോ അള്ളാഹു ഭൂമിയിൽ നിന്ന് 4 കാര്യങ്ങൾ ഉയർത്തിക്കളയുമെന്ന്. അതിലൊന്ന് യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അള്ളാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്ത്രീകളിൽ നിന്ന് അള്ളാഹു നാണം ഉയർത്തിക്കളയുമെന്നാ പറഞ്ഞത്. പെൺകുട്ടികൾക്ക് നാണമുണ്ടാവൂല. ആ ഒരു രീതിയിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. ഒരു ആണും ഒരു പെണ്ണും രാത്രി 3 മണിക്ക് കപ്പിളുകളായി കോഴിക്കോട് ബീച്ചിലേക്ക് വന്ന് രാത്രി 3 മണി 4 മണിയായിട്ടും വീട്ടിലേക്കോ മുറിയിലേക്കോ പോകാൻ തയ്യാറാവാതെ നിയമപാലകർ ആ വഴിയിൽ ഇങ്ങനെ നൈറ്റ് പട്രോളിംഗ് നടത്തുമ്പോ അവരെ കൈകാട്ടി നിർത്തി, എന്തേ നിങ്ങൾ പോവാത്തത് എന്ന് ചോദിക്കുമ്പോ ആൺകുട്ടി മെല്ലെ പിന്നോട്ട് ബാക്കിലേക്ക് വന്നിട്ട് പെൺകുട്ടി മുമ്പിലേക്ക് വന്നിട്ട് പോലീസുകാരോട് ഈ പെൺകുട്ടി പറയുന്നത്, എനിക്ക് 18 വയസ്സായി, ഇതെന്റെ ഇഷ്ടമാണ്. പോലീസുകാർക്ക് മറുപടി ഇല്ല, പിന്നെ കൂടുതൽ പറയാൻ അവകാശമില്ല. നീ എന്താ ഇവിടെ, നിന്റെ വീട് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പെൺകുട്ടി, പോലീസ്, ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ബീച്ചിൽ വീട് വെച്ച് അതിന്റെ ചുറ്റുഭാഗത്ത് ഇവൻ കുറ്റിച്ചിറ അടക്കമുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ പറയാണ് ഈ വിഷയങ്ങളൊക്കെ. എന്നിട്ട് പോലീസുകാർക്ക് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് കാരണം അവിടെയുള്ള കടകളെ അടപ്പിക്കാറാണ് പോലീസുകാർ ചെയ്യാറുള്ളത്. ലഹരി ഉപയോഗിച്ച് വരുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്നവർ, കള്ള് കുടിച്ച് വരുന്നവർ, എവിടെ നിന്നാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ രാത്രി 3 മണിക്കൊക്കെ കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്തുന്നത്? വീട്ടിൽ നിന്ന് എന്തായാലും ഒരു പിതാവ് വിടൂല. നിങ്ങൾ വിടോ? കാമുകന്റെ കൂടെ നിങ്ങളുടെ മകളെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമോ? ഒന്നുകിൽ അവര് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാകണം, ഹോസ്റ്റലിൽ നിന്ന് വാർഡന്മാരുടെ കണ്ണു വെട്ടിച്ചു വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും മുറിയെടുത്ത് താമസിക്കുന്നവരാകണം. അവര് മുറിയെടുത്ത് താമസിക്കുകയാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമാണല്ലോ, എപ്പോ വേണമെങ്കിലും ഇറങ്ങി വരാലോ. അല്ലെങ്കിൽ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമേ അല്ലാതെയായി മാറണം. ഏത് കാമുകന്റെ കൂടെ പോകുന്നതും വീട്ടുകാർക്ക് ഒരു പ്രശ്നമല്ലാതെയായി മാറണം. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ക്യാമ്പസുകളെ തെരഞ്ഞെടുക്കുമ്പോൾ വരെ ഇസ്ലാമിക അന്തരീക്ഷമുള്ള ക്യാമ്പസുകൾ തെരഞ്ഞെടുക്കണമെന്ന്. ഈവൻ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, രാത്രി താമസിച്ച് പഠിക്കുന്ന ക്യാമ്പസുകളാണെന്ന് പറഞ്ഞാൽ, ഇന്നൊരുപാട് നീറ്റ് കോച്ചിങ് സെന്ററുകളുണ്ട്. SSLC കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നീറ്റ് ക്രാക്ക് ചെയ്യണം, JEE ക്രാക്ക് ചെയ്യണം, CUT ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ പെൺകുട്ടികൾ മാത്രമാണ് ഇന്ന് പഠിക്കാൻ ഒരല്പമെങ്കിലും ശ്രമിക്കുന്നത്. ആൺകുട്ടികൾക്കൊക്കെ പഠനബോധം വളരെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഇസ്ലാമിക അന്തരീക്ഷമില്ലാത്ത ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴാണ്, ഇസ്ലാമിക അന്തരീക്ഷമില്ലാത്ത ക്യാമ്പസുകളിൽ രാത്രി സമയത്ത് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയാൽ, റൂം വിട്ടിറങ്ങിയാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ നോർമലായി കൊണ്ടിരിക്കുകയാണ്. വാലൊക്കെ കഴിഞ്ഞ് സ്ഥിരമായി കാണുന്ന ഒരു രംഗമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 3 മണിയായാലും കിടന്നുറങ്ങാതെ രാത്രി ബീച്ചിന്റെ ഇരുവശങ്ങളിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ ജോഡികളായി കപ്പിളുകളായി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണുമ്പോ നിയമപാലകർക്ക് പോലും അവരോട് ചോദ്യം ചെയ്യാൻ അവസരമില്ലാത്ത ഒരു കാലമായി നമ്മുടെ കാലം മാറി. സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചോദിക്കുന്നവരൊക്കെ തന്തവൈബാണ്, ചോദിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്താന്ന് പറഞ്ഞാൽ മോശമാവില്ല, നാണക്കടാവൂലേ? നമ്മൾ ഈ തന്താന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടല്ലേ താടി മുടിയൊക്കെ കറുപ്പിച്ചെടുക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ താടി നരച്ചാൽ എന്തോ കുഴപ്പം? താടി നരച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അതൊരു പ്രകൃതിയുടെ ഭാഗമായിട്ട് നിരക്കണം സമയമാക്കുമ്പോ. പക്ഷെ ഇപ്പൊ നേരത്തെ നിരക്കാൻ തുടങ്ങി. നമ്മളതൊക്കെ പണ്ടേ നിരക്കാൻ തുടങ്ങി. ഒരു 80-40 വയസ്സാകുമ്പോഴാണ് നോർമലായി ഇങ്ങനെ ഓരോന്ന് നരച്ചു തുടങ്ങുക. 30 വയസ്സാകുമ്പോൾ നിരക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? പക്ഷെ എന്നാലും നമ്മൾ ഈ കറുപ്പിച്ചെടുക്കുന്ന എന്തിനാ? തന്താന്ന് ആർക്ക് തോന്നരുതെന്ന് വിചാരിച്ചിട്ടല്ലേ? അങ്ങനെ ഇത്രയൊക്കെ കറുപ്പിച്ച് കുട്ടപ്പനായി നടന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഉപദേശിക്കുമ്പോൾ അയാൾ പറയാണ് നീ തന്തയാണ്. അപ്പോൾ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? പറ്റുമോ? എത്ര ബേജാറാവും, എത്ര ടെൻഷനാവും. ഇത്രയൊക്കെ ഞാൻ കുട്ടപ്പനായി ദാടി മിഷനൊക്കെ പൈസ കൊടുത്ത് കറുപ്പിച്ച് ഇത് എന്നെ തന്താന്ന് വിളിക്കുക. അപ്പൊ എന്താ പിന്നെ നല്ലത്? മിണ്ടാണ്ടിരിക്കുക. ഉപദേശിക്കുന്ന കാര്യം തൽക്കാലം ചൊല്ലിടുക, വേണ്ട.
എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറി. നബി തങ്ങൾ പറഞ്ഞു, വൈറലാവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ സമൂഹത്തെ തമ്മാടിത്തരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയല്ലേ ചെറുപ്പക്കാർ പറ? ചിലപ്പോൾ ഈ വയസ്സന്മാർക്കൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പെൺകുട്ടികളൊക്കെ പറയട്ടെ, വൈറലാവണം എന്നൊരു താല്പര്യം ഇന്ന് കുട്ടികൾക്കില്ലേ? ഹബ്ബുദ്ദുനിയ, ഫോളോവേഴ്സ് കൂടണം. 100 ഫോളോവേഴ്സിൽ നിന്ന് 1000-ലേക്ക്, 1000-ൽ നിന്ന് 10K-യിലേക്ക്, 10K-യിൽ നിന്ന് 100K-യിലേക്ക്, 100K-യിൽ നിന്ന് 1 ML-ലേക്ക്, മില്യണിലേക്ക് ചാടണം. ഇതാണ് എല്ലാവരും താല്പര്യം. അപ്പൊ റീച്ച് കൂടണമെങ്കിൽ നല്ല ഹിജാബും പർദ്ദയും കയ്യുറക്കെ ധരിച്ച് പോട്ടിട്ടാൽ ആരാ ലൈക്ക് അടിക്കുക? ആരും ലൈക്ക് അടിക്കില്ല. അപ്പൊ എന്താണ്? ഹിജാബ് ഊരണം, തലയിൽ നിന്ന് തട്ടൂരണം, മുടി സ്ട്രൈറ്റനിങ് ചെയ്യണം, സ്മൂത്തനിങ് ചെയ്യണം, എന്നിട്ട് പിന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും ഫേഷ്യൽ ചെയ്യണം. പിന്നെ താടി രോമങ്ങളൊക്കെ ഹോർമോണുകൾ വന്ന് ചില രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേസർ ചെയ്യണം. പിന്നെ പുട്ടിയിടണം, പുട്ടിയുടെ മുകളിൽ പിന്നെ ഫൗണ്ടേഷൻ വേണം, ഫൗണ്ടേഷന്റെ മുകളിൽ പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ലിപ്സ്റ്റിക് വേണം, അതിന് കൂടെ സൺസ്ക്രീൻ വേണം. പിന്നെ മുടി സ്ട്രൈറ്റ് ചെയ്താൽ മുടിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ചില സെറമുകളും കണ്ടീഷണറുകളും വേണം. അപ്പൊ മാസത്തിൽ 5000-ഉം 10,000 ഒക്കെ ചെലവഴിച്ച് ഇവർ ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ചില ചെറുപ്പക്കാർ, ഇതൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ വന്നിട്ട് ഒരു ലൈക്ക് ഇടും, എന്നിട്ട് താഴെ വന്നിട്ട് അവസം എന്ന് പറഞ്ഞൊരു കമന്റ് ഇടും. ഫാന്റാസ്റ്റിക്, മാർവലസ്, അവസം, വെരി സെക്സി, വെരി ക്യൂട്ട് എന്നെല്ലാം പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇപ്പൊ ഇത്രയല്ലേ ഇട്ടിട്ടുള്ളൂ, അടുത്തിൽ ഇതിനെക്കാളും ലൈക്ക് ഇടണം. അപ്പൊ ഒന്നും കൂടി ഡ്രസ്സ് മാറും. ഇപ്പൊ ഫുൾ കൈ ആണെങ്കിൽ ഹാഫ് കൈ ആവും. പിന്നെ മൂന്നാമത്തേത് ഷാളൊക്കെ ശരീരമൊക്കെ മറച്ചിട്ടുണ്ടാവും, ഷാളുമെല്ലാം അങ്ങോട്ട് നീക്കും. പിന്നെ അതിങ്ങനെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെയും വൈറലാവും. അങ്ങനെ ഇങ്ങനെ ലൈക്ക് ഫോളോവേഴ്സ് 100-ൽ നിന്ന് 200-ആയി, 1000-ആയി, 2000-ആയി, 5000-ആയി, 10,000-ആയി, എങ്ങനെ ഇങ്ങനെ 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 നീളും. അപ്പോൾ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ നമ്മുടെ ഖൗമ് തയ്യാറാണ്. ഞാനിതൊന്നും വെറുതെ പറയുന്നില്ല. നമ്മുടെ സ്വന്തം മക്കൾ, മുസ്ലിം പെൺകുട്ടികൾ, വേറെ കുട്ടികളെ കുറിച്ചൊന്നും നമുക്ക് ആവലാതിയൊന്നുമില്ല. വേറെ ആളുകളെ കുറിച്ച് നമ്മൾക്ക് യാതൊരു വ്യാകുലതയില്ല. മുസ്ലിം പെൺകുട്ടികളുടെ കഥ ഞാൻ പറയുന്നത്, ക്യാമ്പസിൽ പോയി +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കവിൾത്തടങ്ങളിൽ കിസ് ചെയ്യാൻ. കിസ് ചെയ്താൽ മാത്രം പോരാ, കിസ് ചെയ്യുന്നത് അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. അപ്പൊ മൊബൈലും കൊടുത്തിട്ട് വേറെ 2 കുട്ടികളെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ കിസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എടുക്കണം. എന്നിട്ട് നല്ല മനോഹരമായി വീഡിയോ എടുത്ത്, എന്നിട്ട് അതിന് കുറച്ച് BGM-ഉം കുറച്ച് ഇങ്ങനെ ട്യൂണും മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്, ഇല്ലുമിനാറ്റിയുടെ പാട്ടൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറിച്ച്. സ്വാഭാവികമായിട്ട് ആണും പെണ്ണും കിസ് ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരാളത് നോക്കും. അങ്ങനെ എങ്ങനെ വൈറലായി, ഷെയർ ചെയ്ത് ഈ പെണ്ണിനെന്തായി? ഒരു വ്യഭിചാരം പരസ്യമാക്കിയതിന്റെ പേരിൽ കുറെ ഫോളോവേഴ്സ് കൂടി. ഈ പോസ്റ്റ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലെ സാഹചര്യം ദീനി സാഹചര്യമാണെങ്കിൽ ആ പെണ്ണിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ പെണ്ണിന്റെ പിതാവിന് ഇതറിഞ്ഞാല് പൊരുത്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല എന്നറിഞ്ഞാല് ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ? ആ പെണ്ണിന്റെ ആങ്ങളമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ? ആ പെണ്ണിന്റെ വീട്ടിലെ കുടുംബക്കാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വീട്ടുകാർക്കും താല്പര്യം തന്നെയാണ് മകള് വൈറലാവട്ടെ എന്നാണ്. ഇനി കിസ് ചെയ്തിട്ടോ, ഇനി ഹഗ് ചെയ്തിട്ടോ, ഏതെങ്കിലും രീതിയിൽ പിന്നെ മടിയിൽ തലവെച്ച് കടന്നിട്ടോ, എങ്ങനെ ആയാലും കുഴപ്പമില്ല, എന്റെ മോള് വൈറലാവണം എന്ന് തന്നെയാണ് വീട്ടിലുള്ള ഉപ്പ ആഗ്രഹിക്കുന്നത്, ഉമ്മ ആഗ്രഹിക്കുന്നത്, ജ്യേഷ്ഠന്മാർ ആഗ്രഹിക്കുന്നത്, വീട്ടിലുള്ള നാട്ടിലുള്ള കുടുംബക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ചെയ്യും. ഞാൻ ഒരു വേണ്ടാത്തൊരു വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അള്ളാനെക്കാളും പോയിട്ട് എന്റെ ഉപ്പാനായിരിക്കും, എനിക്ക് എന്റെ റബ്ബിനെക്കാളും പോയിട്ട് എന്റെ ഉമ്മാനായിരിക്കും. ഇപ്പൊ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാനിടും. ഇതേപോലെ എല്ലാവർക്കും ഇവിടെ അള്ളാഹുവിനെക്കാളും പേടി ഉണ്ടാവും സ്വന്തം മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യരുത് എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. ഉപ്പറിഞ്ഞാലോ, ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോ എല്ലാവരും ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോ ഉപ്പറിഞ്ഞാലോ മോശമല്ലേ, ഉമ്മറിഞ്ഞാൽ മോശമല്ലേ എന്ന പേടി നമുക്ക് ഉണ്ടാവും. നമ്മൾ രഹസ്യമായിട്ട് ആരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് തെറ്റ് ചെയ്യും. ആ സമയത്ത് തെറ്റ് ചെയ്യാത്തവനാണ് അള്ളാഹു അർശിന്റെ തണൽ നൽകുക. ആ സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കണം. ആരും അറിയാത്ത സ്ഥലത്ത്, ഞാനും എന്റെ റബ്ബ് മാത്രം കാണുന്ന സ്ഥലത്ത് തെറ്റ് ചെയ്യാതിരിക്കണം. അപ്പോഴാണ് അർശിന് തണലിട്ടുക. നമ്മൾ ആരും കാണാത്ത സ്ഥലത്തൊക്കെ തെറ്റ് ചെയ്യും. പിന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഉപ്പറിഞ്ഞാല് ഉമ്മറിഞ്ഞാല് എങ്ങനെ വീട്ടിൽ പോവുക എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. അതുണ്ടാവണം. അതുണ്ടാക്കിയത് ഈ മതാണ്, അതുണ്ടാക്കിയത് ഈ ഇസ്ലാം മതാണ്. അത് എടുത്തു മാറ്റലാണ്. ആ ഒരു കമ്മിറ്റ്മെന്റും ബന്ധവും പൊട്ടിത്തെറിപ്പിച്ചു
ഒഴിപ്പിച്ചു മാറ്റലാണ് ലിബറലിസം ആഗ്രഹിക്കുന്നത്. അത്തീസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഉമ്മയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത്, നിന്റെ ഉപ്പയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? എല്ലാവരും ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരല്പമെങ്കിലും മാന്യന്മാരായി ജീവിക്കുന്നത് മാതാപിതാക്കളെ പേടിച്ചിട്ടും, ഭാര്യയെ പേടിച്ചിട്ടും, ഭർത്താവിനെ പേടിച്ചിട്ടും, സഹോദരങ്ങളെ പേടിച്ചിട്ടും, പെങ്ങന്മാരെ പേടിച്ചിട്ടും. ഈ ഒരു ബന്ധം നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ, ഈ ഒരു ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചാൽ ഏത് തോന്നിവാസത്തിന് നിങ്ങൾക്ക് അവർ തയ്യാറാണ്. ഫാദർലെസ് അമേരിക്ക എന്നൊരു പുസ്തകം ഇറങ്ങി. എന്താ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ? ലിവിങ് ടുഗദറിലൂടെ ഉണ്ടാകുന്ന മക്കള്. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല, വിവാഹം കഴിക്കണമെന്ന് താല്പര്യമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് കല്യാണം താല്പര്യമില്ലെങ്കിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല. നന്നായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കാണ് എങ്കിലൊക്കെ. ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾക്കൊക്കെ പ്രേമുണ്ട്. എങ്കിലും പ്രേമം പാടില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾക്ക് 18 വയസ്സായാൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾ പറയുമ്പോൾ പെൺമക്കൾ എന്താ പറയുന്നത്? എനിക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട, പഠിച്ചു കഴിയട്ടെ എന്ന് പറയും. അവരിങ്ങനെ ചില എക്സ്ക്യൂസുകൾ പറയും, ചില മുടന്ത ന്യായങ്ങൾ പറയും, പഠിച്ചു കഴിയട്ടെ എന്ന്. അപ്പൊ പ്രേമവും പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ? 8ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? 10ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഈ ഒരു ആശയത്തിലേക്ക് നമ്മുടെ മക്കൾ മാറാണ്. ലിവിങ് ടുഗദർ ആവാം. ഇതൊക്കെ അമേരിക്കക്കാരൻ വലിച്ചെറിഞ്ഞ ഡസ്റ്റ്ബിന്നിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ നാറിയ സംസ്കാരമാണ്. ഈ സംസ്കാരം നമ്മുടെ മക്കൾ കടമെടുക്കാണ്. നമ്മുടെ മക്കൾ ഇപ്പൊ തുടങ്ങാണത്. ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. എത്ര വേണമെങ്കിലും തന്റെ കാമുകന്റെ കൂടെ കറങ്ങാ, ചെലവഴിക്കുക, റൂം എടുക്കുക, ഒന്നിച്ച് ജീവിക്കുക. എന്നിട്ട് അയാൾക്ക് ഇവളെ മടുത്താൽ വേറൊരാളായിട്ട് അയാൾക്ക് പോവാ. ഇവന് ചിലപ്പോ ഇവൻ ഒഴിവാക്കിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ആണങ്ങനെയാണ്. അത് പെണ്ണുങ്ങൾ ഇന്നും ഒരു ആണിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ ഇന്നൊരു പെണ്ണിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു നഗ്ന യാഥാർത്ഥ്യം. ഒരു ആണിന്റെ മെന്റാലിറ്റി തിരിച്ചറിയാൻ ഒരു പെണ്ണിന്നും പഠിച്ചിട്ടില്ല. എല്ലാം ഒരു പുരുഷന് സമർപ്പിക്കുക, എല്ലാം അങ്ങോട്ട് തുറന്നു പറയാ, തുറന്നു കൊടുക്കുക, എല്ലാത്തിനും സമ്മതിക്കുക. എന്നിട്ട് ഇവനും അടുപ്പ് വരുമ്പോ ഇവന് പിന്നെ വേറെ ആളെ നോക്കി ഇവളെ ഒഴിവാക്കി വേറെ ആളെ പിന്നാലെ പോകും. അപ്പൊ ഇവളെന്താ ചെയ്യാ? ജീവിതം മൊത്തവും ഒരു ചെറുപ്പക്കാരന് സമർപ്പിച്ച് അവസാനം ഇവളെ തേച്ചു പോകുമ്പോ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ എപ്പോഴാ മനസ്സിലാവുക? ഇതൊക്കെ എപ്പോഴാ തിരിയാ? അപ്പൊ ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഇതാരാ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? എത്ര മനോഹരമാണ് വൈവാഹിക ബന്ധങ്ങളൊക്കെ. ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചാൽ 75% ഒരാൾ നന്നാവുന്ന. കല്യാണം കഴിക്കലോടുകൂടി 75% ഒരാൾ നന്നാകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. 100% നന്നാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ കല്യാണം കഴിച്ചാൽ 100% നന്നാവും എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തെന്നറിയോ? അങ്ങനെ പറഞ്ഞ സദസ്സിലിരിക്കുന്ന ചില ആളെന്നെ പറയും, ഞാൻ കല്യാണം കഴിച്ചിട്ട് നന്നായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പറയും. 75% ആൾ നന്നാവും. എല്ലാവരും നന്നായിക്കൊള്ളുന്നില്ല. 75% ഒരാൾ നന്നാവും. പിന്നെ ഒരു 25% ഉണ്ട്. അതെങ്ങനെയാ നന്നാവുക? പെണ്ണ് ആണിനെ സെലക്ട് ചെയ്യുമ്പോൾ ദീനുള്ള ചെറുപ്പക്കാരനെ നോക്കണം. ആണ് പെണ്ണിനെ നോക്കുമ്പോൾ ഒരു ദീനുള്ള പെണ്ണിനെ നോക്കണം. അങ്ങനെ രണ്ടുപേരും കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായാൽ, രണ്ടുപേർക്കും കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവണം. രണ്ടുപേർക്കും ദീനുണ്ടായാൽ ആ 75% 100%ത്തിലേക്ക് നീങ്ങും. അങ്ങനെ രണ്ടുപേരും നല്ലവനായി മാറും. من تزوج بامرأة فقد أحرز ثلثي دينه. കല്യാണം കഴിച്ചാൽ 2/3 ഒരാൾ നന്നാകുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് വേഗം കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കക്കാരന്റെ ഫാദർലെസ് അമേരിക്ക പോലെ പിതാവാരെന്നറിയാതിരിക്കുമ്പോ, പിതാവില്ലാതിരിക്കുമ്പോഴാണ് മക്കൾ തോന്നിവാസിയായിട്ട് മാറുക. പിതാവാരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ മക്കൾ തോന്നിവാസിയായി മാറും. അതിന്റെ എല്ലാ ആഘാതങ്ങളും അമേരിക്ക അനുഭവിച്ചതാണ്. പിതാവാരെന്നറിയാതെ ഒരുപാട് ലിവിങ് ടുഗദർ. ആ ലിവിങ് ടുഗദറിലൂടെ മക്കളുണ്ടാകും. മക്കളുണ്ടായാൽ ഇയാൾ ഇട്ടേച്ചു പോകും. പിന്നെ വേറൊരു കാമുകന്റെ കൂടെ ആയിരിക്കും. ഈ കളിക്കാരെ തന്നെ കണ്ടാൽ മതി. വലിയ വലിയ അറിയപ്പെടുന്ന കളിക്കാരെ തന്നെ കണ്ടാൽ മതി. ഇന്ത്യയിലടക്കം ഇന്ത്യയിലും യൂറോപ്പിലുമുള്ള കളിക്കാരൊക്കെ ഒരൽപ്പകാലം കാമുകി എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടാകും. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വേറെയും കുറെ ഉണ്ടാകും. ഈ കാമുകിയുമായി തെറ്റിയാൽ പിന്നെ അടുത്ത വേറൊരു കാമുകിയാണ്. എല്ലാം ലിവിങ് ടുഗദർ ആണ്. ഒരുപക്ഷെ അതിന് മക്കളുണ്ടാകും. ആ മക്കൾക്ക് പിന്നെ പിതാവാരാണെന്നറിയില്ല. ഇവരുടെ കൂടെ വേറെയും ആളുകൾ ലിവിങ് ടുഗദർ ആയി കൂടെ ജീവിക്കും. അങ്ങനെ പിതാവാരാണെന്നറിയാത്ത മക്കൾ ഇവിടെ ഉണ്ടായാൽ, ജാരസന്തതികൾ ഉണ്ടായാൽ തോന്നിവാസങ്ങൾ ഒരുപാടുണ്ടാകും. കാരണം ഉപ്പയില്ല, ചോദിക്കാൻ ആളില്ല, പേടിക്കാൻ ആളില്ല, റെസ്പെക്ട് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് തന്നെ തോന്നിവാസങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ ഒരല്പമെങ്കിലും ഒരു പരിധിയോടെ മാന്യമായി ജീവിക്കുന്നത് ഉപ്പയും ഉമ്മയും ഉണ്ട് എന്നുള്ള ആ
ബഹുമതി വെച്ചിട്ടാണ് അല്ലാന്നൊന്നും പറയണ്ട, അള്ളാനെ പേടിച്ചിട്ടാണെന്നൊന്നും പറയണ്ട. അള്ളാനെ പേടിക്കണം, പേടിക്കണ്ടെന്നല്ല, അള്ളാനെ പേടിക്കണം. പക്ഷെ അള്ളാനെ പേടിച്ചിട്ടാണ് നമ്മളൊന്നും തെറ്റ് ചെയ്യാത്തത് എന്ന് പറയണ്ട. അതിപ്പോ നമുക്ക് പറയാം, അള്ളാഹ് അറിയാലോ നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റു ചെയ്യാതിരിക്കാനും കഴിവുണ്ടെങ്കിൽ അവൻ അള്ളാനെ പേടിച്ച് തെറ്റ് ചെയ്യാത്തവനാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒറ്റയ്ക്കാണ്, 5G സംവിധാനങ്ങളുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്, ഒരു മുറിയിലാണ് നിങ്ങൾക്കൊരു കാമുകയുണ്ട്, വിളിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോകൾ കാണാൻ തോന്നുന്നില്ല. നിങ്ങളും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തകപ്പെട്ടു, ആരും അറിയില്ല, ആരും കാണൂല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ആ പെണ്ണിനെ തൊടാൻ താല്പര്യം ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ചൊരാൾ തൊടുന്നില്ലെങ്കിൽ, ആ പെണ്ണിന്റെ സമ്മതമുണ്ട് എന്നിട്ടും ഒരാൾ തൊടുന്നില്ലെങ്കിൽ, അതാണ് അള്ളാഹിനെ പേടി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നാട്ടാരെ പേടിയാ. ഒരു പെണ്ണിനോട് ഒരാൾക്ക് അട്രാക്ഷൻ തോന്നി, വൈകാരികമായ താല്പര്യം തോന്നി, എന്തേ ടച്ച് ചെയ്യുന്നില്ല, എന്തേ സ്പർശിക്കുന്നില്ല, അത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല, നാട്ടാരെ പേടിച്ചിട്ടാണ്. പെണ്ണും കൂടി സമ്മതിച്ചു, ആരും കാണാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. ആ സമയത്ത് അള്ളാഹുവിനെ പേടിച്ച്, ഞാനില്ല, ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറയുമ്പോ അതാണ് അള്ളാഹുവിനെ പേടി. അതല്ലാതെ ആളുകളൊക്കെ കാണുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല, നാട്ടാരെ പേടിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദീനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കുടുംബബന്ധം ഇവിടെ നിലനിൽക്കണമെന്നാണ് ദീൻ പറയുന്നത്. കുടുംബബന്ധം നിലനിൽക്കണമെന്ന് പറയുന്നത് മാതാവിനോടുള്ള ബന്ധം, പിതാവിനോടുള്ള ബന്ധം, ജ്യേഷ്ഠന്മാർ, പിതാവിന്റെ അനുജൻ പിതാവാണ്, പിതാവിന്റെ ജ്യേഷ്ഠൻ പിതാവാണ്, ഉമ്മയുടെ അനുജത്തി ഉമ്മയാണ്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉമ്മയാണ്. അങ്ങനെ ഒരു ബന്ധം പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിർത്തി തന്നത് തെറ്റിലേക്ക് മനുഷ്യന്മാരെ പേടിച്ചിട്ടെങ്കിലും ആളുകൾ തെറ്റിലേക്ക് പോവാതിരിക്കാൻ തന്നെയാണ്. അല്ല, വേറൊന്നുമില്ല. 18 വയസ്സായാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ജീവിച്ചൂടെ? ഉപ്പാന്റെ ആവശ്യമില്ല, ഉമ്മാന്റെ ആവശ്യമില്ല. പക്ഷെ എന്തിനാണ് എന്നാലും മരിക്കുന്നത് വരെ വയസ്സായൊരു മാതാവും ഒരു പിതാവും നിങ്ങൾക്കുണ്ട്. ആ പിതാവ് 60 വയസ്സായിട്ട് നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തൂല എന്ന് നബി തങ്ങൾ പറഞ്ഞതെന്തുകൊണ്ടാ? 60 വയസ്സായാലും നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ ആശ്രയിക്കണം, ഒറ്റയ്ക്ക് പോയി ജീവിക്കണ്ട എന്ന് സൂചിപ്പിക്കാനാ. 60 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അനുസരിക്കണം, പിതാവിനെ ആശ്രയിക്കണം, പിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ആ പിതാവിനെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കേണ്ടവരല്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു പുരുഷൻ ജനിക്കുമ്പോ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോ എന്റെ ഒരു 20% ബുദ്ധിയുമായിട്ട് മാത്രം മനുഷ്യൻ ജനിക്കുന്നത്? ഒരു മനുഷ്യൻ പ്രസവിക്കുമ്പോ, ഒരു മനുഷ്യക്കുട്ടി പ്രസവിക്കുമ്പോ അവന് മനുഷ്യത്വം 20% ഉള്ളൂ. എന്നാൽ ഒരു പശുക്കുട്ടി പ്രസവിക്കുമ്പോ 80% പശുക്കുട്ടിയായിട്ടാണ് ആ കുട്ടി പ്രസവിക്കുന്നത്. അറിയോ? ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി, നമ്മളൊരു ഭാര്യയെ പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്, ചെറിയ 2 മാസം 3 മാസം പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ മുമ്പിൽ അവൻ തന്നെ കാഷ്ടിച്ച ഒരു കാഷ്ടം മുമ്പിൽ വെച്ചു, കുറച്ച് പാല് വെച്ചു, കുറച്ച് ബിസ്ക്കറ്റ് വെച്ചു. അവന് എന്തൊക്കെ കഴിക്കും? കുട്ടി എന്തൊക്കെ കഴിക്കും? കാഷ്ടം കഴിക്കില്ലേ? പാലും കുടിക്കും, കാഷ്ടം കഴിക്കും. ഇന്ന് വെച്ചില്ലെങ്കിൽ സ്വന്തം കാഷ്ടിച്ചിട്ട് അതിങ്ങനെ കൈകൊണ്ട് പത്തിരി പോലെ പരത്തിയിട്ട് അതും കഴിക്കും നമ്മുടെ കുട്ടികൾ. എന്നാൽ ഒരു പശു, ഒരു പൂച്ച, ഒരു നായ, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ആ പശുക്കുട്ടിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയുടെ മുന്നിൽ ആ പൂച്ചക്കുട്ടിയുടെ കാഷ്ടം വെക്കുക, പാലും വെക്കുക. പൂച്ചക്കുട്ടി ആ കാഷ്ടം മണത്ത് അത് കഴിക്കാതെ പാല് മാത്രമേ കുടിക്കുള്ളൂ. അതിന്റെ കാഷ്ടം കഴിക്കില്ല. പശുക്കുട്ടി കഴിക്കില്ല, അതിന്റെ കാഷ്ടം കഴിക്കില്ല. ചാണകം പശുക്കുട്ടി കഴിക്കില്ല. ആ മണത്തിട്ട് പുല്ലേ കഴിക്കുള്ളൂ. മനുഷ്യക്കുട്ടി അങ്ങനെയല്ല. മനുഷ്യക്കുട്ടീൻ്റെ മുമ്പിൽ സ്വന്തം കാഷ്ടം വെച്ചാൽ ആ കാഷ്ടം മനുഷ്യക്കുട്ടി കഴിക്കും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പരിപൂർണമായിട്ടല്ല ജനിക്കുന്നത്, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭാര്യ പ്രസവിച്ചിട്ട് കുട്ടി എവിടെ ഉണ്ടാവും? ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പാൽ കുടിക്കാൻ കഴിയും? ആ കുട്ടി ഇങ്ങനെ തെരഞ്ഞ് തപ്പി വന്നിട്ട് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാൽ കുടിക്കോ? നമ്മൾ മാറിടത്തിലേക്ക് ചേർത്ത് വെക്കണ്ടേ കുട്ടിയെ? എന്നാൽ ഒരു പശു എന്ത് ചെയ്യുന്നുണ്ട്? പ്രസവിച്ച ഉടനെ വാന്ന് പറഞ്ഞിട്ട് അകിടിലേക്ക് കൊണ്ടുപോയിട്ട് എന്റെ തലവെച്ച് കൊടുക്കാണോ? അത് തന്നെ നടന്ന് തെരഞ്ഞു പിടിച്ച് അത് തന്നെ കുടിക്കാൻ. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടാണ് ജനിക്കുന്നത് ഒരു പശുക്കുട്ടി. എന്നാൽ മനുഷ്യന്മാരങ്ങനെയല്ല, നമ്മൾ ഇന്റർഡിപെൻഡന്റ് ആണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കേണ്ടവരാണ്. അത് എത്ര വയസ്സുവരെ? ഒരു 13 വയസ്സുവരെയൊക്കെ മാതാവിന്റെ പിതാവിന്റെ സഹായം ഇല്ലാതെ ഒരു മനുഷ്യ കുഞ്ഞിന് വളരാൻ കഴിയില്ല. എന്നാൽ ഒരു പശുക്കുട്ടിക്ക് ഒരു ദിവസം പോലും അമ്മയുടെ സഹായം വേണ്ട ജീവിക്കാൻ കഴിയും.
ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ പരസ്പരം ഉമ്മയോട് ഉപ്പയോട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല എന്നൊരു ആശയാണ് ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞിരുന്നത്, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരോട് ഈ ബന്ധം നിലനിൽക്കണം, ഈ കുടുംബ ബന്ധം നിലനിൽക്കണം. ഉപ്പ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഇവിടെ നിലനിൽക്കണം, ഉമ്മ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഇവിടെ നിലനിൽക്കണം അല്ലെ? മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആ മാതാവിനെ റെസ്പെക്ട് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ മാതാവിനൊക്കെ വലിച്ചെറിയും ഉമ്മ. ഇവരൊക്കെ പറഞ്ഞതുപോലെ കാമുകിയായ തന്റെ കാമുകിക്ക് വേണ്ടി ഒരു പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയിട്ട് പെണ്ണും ഇറങ്ങിപ്പോയിട്ട് സ്വന്തം മാതാവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ എല്ലാരും കുറ്റപ്പെടുത്തിയാൽ വൃദ്ധയായ ഉമ്മമാരെ ആരാ ഇവിടെ നോക്കുക? വൃദ്ധയായ ഉപ്പമാരെ ആരാ ഇവിടെ നോക്കുക? അതൊക്കെ നോക്കണ്ടേ? അവർക്ക് വൃദ്ധസദനങ്ങളിലേക്ക് അയക്കപ്പെടേണ്ടവരാണോ? പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാവിനെ അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞ് പരിശുദ്ധമായ സ്വർഗത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദുനിയാവിൽ നിങ്ങൾ മാതാവിനെ അനുസരിക്കണം, അത് മരിക്കുന്നത് വരെ തുടരണം എന്ന് അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹുവിന്റെ ദീനും പഠിപ്പിക്കുന്നത് ഈ ഒരു ബന്ധമുണ്ടാവാനാണ്. അപ്പോ കല്യാണങ്ങൾ നേരത്തെ നടക്കണം, ലിവിങ് ടുഗദർ അല്ല. അപ്പൊ അത്തരം പെൺകുട്ടികൾ നമ്മുടെ മക്കളൊക്കെ കല്യാണം ഇപ്പൊ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരുടെ പ്രണയവും അവരുടെ പ്രേമവും അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവണം. ലിവിങ് ടുഗദറും അവസാനിപ്പിക്കാൻ തയ്യാറാവണം. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഒരു ലവും വേണ്ട, ഒരു പ്രണയം വേണ്ട, ഒരു ഗേൾ ഫ്രണ്ടും വേണ്ട. ഇസ്ലാമിൽ അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സംവിധാനം ഇസ്ലാമിൽ ഇല്ല. ആരാതൊക്കെ പഠിപ്പിച്ചത്? ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം ചില ആളുകൾ പറയും അതിന്റെ ബോയ് ഫ്രണ്ട് ആണ്. നമുക്ക് അങ്ങനൊന്നുമില്ല, അത് ബോയ് ഫ്രണ്ട് ആണ്. ഒരുപക്ഷെ പെണ്ണിന് ബോയ് ഫ്രണ്ട് ആവാം. ഈ ബോയ് ഫ്രണ്ടിന്റെ മനസ്സിൽ അവസരം കിട്ടിയാൽ വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കാത്തൊരു ബോയ് ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് ദീനൊന്നുമല്ല, ഇത് സയൻസാ ഞാൻ പറയുന്നത്. ഇത് ദീനൊന്നുമില്ല, സയൻസാ ഞാൻ പറയുന്നത്, ബയോളജിയാ ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ബോയ് ഫ്രണ്ടിനോട് വൈകാരികമായ ഒരു താല്പര്യം ഉണ്ടാവില്ല. മടിയിലിരുന്ന അവര് പെണ്ണിന് ചിലപ്പോൾ വൈകാരികമായ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന 100%, 99 പോലും ഞാൻ ആക്കുന്നില്ല, 100% ബോയ് ഫ്രണ്ട് ആണെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ബ്രദേഴ്സിനെ പോലെ കാണുന്ന നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അവസരം കിട്ടിയാൽ മിസ്യൂസ് ചെയ്യും. അവസരം കിട്ടിയാൽ മിസ്യൂസ് ചെയ്യും. ചെറുപ്പക്കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, മിസ്യൂസ് ചെയ്യും. ഇത് ബയോളജിക്കലി പ്രൂവ്ഡ് ആണ്. അള്ളാഹുവിന്റെ ദീനും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആണിന്റെ സൈക്കോളജി എന്താണ്, മെന്റാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്തതിന്റെ പ്രശ്നമാണത്. ഏതായാലും വൈറലാവാനുള്ള അമിതമായ അള്ളാഹുവിനെ മറന്നുള്ള ആഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ എപ്പോഴാ ശ്രമിക്കുക? അന്ന് നമ്മൾ ഉഷാറാവും. പാട്ട് പാടുന്നതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ പേരിലൊക്കെ പാട്ട് പാടി ഡാൻസ് ചെയ്യാ, അല്ലെ? ഇതൊക്കെ എത്ര മോശ. നമ്മുടെ പെൺകുട്ടികൾ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചാടി എന്നങ്ങനെ പാട്ട് പാടി നൃത്തം ചെയ്യാ, കൂളിംഗ് ഗ്ലാസ് വെക്കുക, ഹിജാബ് ധരിക്കുക, എന്നിട്ട് നൃത്തം ചെയ്തിട്ട് അതിങ്ങനെ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ പെൺകുട്ടികൾ ഇതൊക്കെ എന്തിന്? ഇതൊക്കെ വൈറലാവാനാണ്. ആ വൈറലാവാൻ വേണ്ടി ഡാൻസ് ചെയ്യുമ്പോ മലയാളം അറിയുന്ന പെൺകുട്ടികളല്ലേ നിങ്ങൾ ആരെ കുറിച്ചായി പാടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചാടി മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പാടുമ്പോ നമ്മുടെ പെൺകുട്ടികൾ ടീഷർട്ടും ജീനും ഹിജാബും കണ്ണടക്കെ ധരിച്ചിങ്ങനെ പാടാണ്, തുള്ളാണ്, ചാടാണ്, നൃത്തം ചെയ്യാണ്. എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എത്ര ആൾ ലൈക്ക് അടിച്ചു? വൈകുന്നേരം ആകുമ്പോ 1000 ആളായി, മാഷാ അല്ലാ. പിറ്റേ ദിവസം വീണ്ടും നോക്കി 1500 മാഷാ അല്ലാ. എന്നാ പിന്നെ ഇതിനേക്കാൾ ഉഷാറായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം. ഈ രീതിയിൽ വൈറലാവാനുള്ള അമിതമായ താല്പര്യമാണ് ഈ ഉമ്മത്തിനെ പരാജയപ്പെടുത്തിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ആണിന്റെ ഒരു പെണ്ണിന്റെ പതിവ്രത എന്ന് പറയുന്നത്, ഒരു പെണ്ണിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്, പ്രൗഢി എന്ന് പറയുന്നത് ലജ്ജയാണ്, നാണമാണ്. ആ നാണം എടുത്തു കളഞ്ഞാൽ പെണ്ണ് പെണ്ണല്ലാതെയായി മാറും. ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, ഞാൻ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റത്തെയാണ് കുറ്റം പറയുന്നത്. കാലം എന്റർടൈൻമെന്റിലേക്ക് വിളിച്ചാൽ എന്റർടൈൻമെന്റിലേക്ക് പോകുന്ന മെന്റാലിറ്റിയാണ് എന്റെയും നിങ്ങളുടേതും. ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയുന്നത്, ഞാനിലൊക്കെ അതിൽ പ്രതി തന്നെയാണ്.
നിങ്ങളൊക്കെ കുറ്റം പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാനോ ഞാൻ എസ്കേപ്പ് ആവാനോ വേണ്ടി ഞാൻ പറയുന്ന കാര്യമില്ല. എന്റെയും നിങ്ങളുടെയും മെന്റാലിറ്റി എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിനോട് താല്പര്യമുള്ള മനസ്സാണ്, ആസ്വാദനങ്ങളോട് താല്പര്യമുള്ള മനസ്സാണ് എന്റെയും നിങ്ങളുടെയും മനസ്സ്. അപ്പൊ ഇങ്ങനെ ഒരു മനസ്സാണ് അള്ളാഹു നമ്മൾക്ക് തന്നത്. ആ മനസ്സിനെ വശീകരിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ അത്തീസ്റ്റുകളും നവനാസ്തികരും സ്വതന്ത്ര ചിന്താഗതിക്കാരൊക്കെ കാത്തിരിക്കുകയാണ്. ഉമ്മയോടുള്ള ബന്ധമെല്ലാം മുറിച്ചു മാറ്റിയിട്ട് നീ ഒറ്റയ്ക്കാണ്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക്. എത്രമാത്രം വിഡ്ഢിത്തമാണ്! ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തമുള്ള ആശയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മൈ ബോഡി മൈ ചോയ്സ്. ഇന്നലെ ഹുത്തുബോധുമ്പോ നമ്മളെ മൈക്ക മറ്റ മൈക്കാണ്, ഈ ഹെഡ്ഫോൺ മൈക്കാണ് നിസ്കാരത്തിൽ ദുആക്കൊക്കെ. ആ മൈക്ക് കൊണ്ടുള്ള പ്രശ്നം എന്താ? ഈ മൈക്കാണെങ്കിൽ എനിക്ക് തുമ്മണം തോന്നിയാല്, തുമ്മ മുട്ടിയാൽ എനിക്ക് എന്റെ തുമ്മനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയും? തുമ്മ മുട്ടിയാൽ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും? നമുക്ക് കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ തുമ്മ. എന്നാൽ ഈ മൈക്ക് വെച്ചിട്ട് നമ്മൾ തുമ്മൽ എങ്ങനെ? നിസ്കാരത്തിൽ തുമ്മ മുട്ടിയാൽ പള്ളിയിൽ ബോംബ് പൊട്ടിച്ച പോലെ സൗണ്ട് ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ മല്ല മൈക്ക് താഴ്ത്തിയിട്ട് ഇങ്ങനെ വെച്ച് തുമ്മി. അതുപോലും എന്നോട് നിസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞു, നിങ്ങൾ തുമ്മൽ കേട്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് നിയന്ത്രിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു. എന്റെ തുമ്മൽ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ എത്ര ദുർബലനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇമാമായി നിന്ന് നേതൃത്വം നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ തുമ്മൽ കൊണ്ടവർക്ക് ഒച്ചപ്പാടുണ്ടായാലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന്. അപ്പൊ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ തുമ്മലുണ്ടായി. ആ ശബ്ദം മൈക്കിലൂടെ പള്ളി നിറയെ ഒരു പെരുമ്പറ മുഴങ്ങി. അപ്പൊ ഞാൻ എത്ര ബലഹീനനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് നമ്മുടെ പെൺകുട്ടികൾ പറയാണ് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെതാണ്, ഞാൻ തീരുമാനിക്കും. സ്വന്തം തുമ്മൽ പോലും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മനസ്സിലായി? സ്വന്തം തുമ്മൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചൂട് വെള്ളം കയ്യിൽ പിടിച്ചിങ്ങനെ പോവാ. ചൂട് വെള്ളം കയ്യിൽ പിടിച്ചിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് തുമ്മ മുട്ടി, തുമ്മി കയ്യിൽ നിന്ന് ചൂട് വെള്ളം തെറിച്ച് മേത്തേക്ക് കായി അതിങ്ങനെ ഗ്ലാസ് പൊട്ടിത്തെറിച്ച്. ഇതുപോലും നിയന്ത്രിക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിയില്ല, ഈ ആൺകുട്ടിക്ക് കഴിയില്ല. എന്നിട്ട് ഇവള് പറയാം മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റേതാണ്, ഞാൻ തീരുമാനിക്കും. എന്ത് ഡ്രസ്സ് ധരിക്കണം, ആരെ പാർട്ട്ണറായി സ്വീകരിക്കണം, ആരുടെ കൂടെ സെക്സ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. മൈ ബോഡി മൈ ചോയ്സ്. ഇതൊക്കെ പെൺകുട്ടികളെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ്. ലോകം നിങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ്. പരസ്യങ്ങളൊക്കെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ, പരസ്യങ്ങളൊക്കെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ. ട്യൂസ്ഡേ വിത്ത് മോറി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ട്യൂസ്ഡേ വിത്ത് മോറി വളരെ മനോഹരമായ പുസ്തകം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. മോറി ഷോർട്സ് എന്ന് പറയുന്ന പ്രൊഫസർ തന്റെ ശിഷ്യനായ മിച്ച് ആൽബം എന്ന് പറയുന്ന ശിഷ്യനുമായിട്ട് 14 ആഴ്ചകളിൽ നടത്തുന്ന ഒരു അഭിമുഖമാണ്, സംസാരമാണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരസ്യങ്ങൾ നമ്മളെ പറ്റിക്കുകയാണ്. പരസ്യങ്ങളൊക്കെ നമ്മളെ പറ്റിക്കുകയാണ്. ഈ ജീന് ധരിച്ചാൽ, ഈ ടീഷർട്ട് ധരിച്ചാൽ നീ ഒരു സെക്സി ലുക്ക് ഉണ്ടാകും എന്ന് പരസ്യങ്ങൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ധരിക്കും, നമ്മുടെ റിയാലിറ്റി ദുൽഖർ സൽമാനൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടാവും. ലാസ്റ്റ് ആവുന്നത് എങ്ങനെയാണ്? ധരിച്ചു നോക്കുമ്പോൾ നമ്മളൊരു പേര് പറഞ്ഞില്ല, പിന്നെ ആരെങ്കിലും ഇൻസൾട്ടാക്കി എന്ന് വേണ്ട അല്ലേ? പരസ്യങ്ങൾ എങ്ങനെ പറയാം? നീ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ദുൽഖർ സൽമാൻ ആയിരിക്കും ആ യോസ് പോൾ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ LVയുടെയോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പരസ്യം കാണുമ്പോൾ അവർ ഭയങ്കര മുഞ്ചുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അതേപോലെ ആകും. നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഉണക്ക് ചാവാലി പശുവിനെ പോലെ. അപ്പൊ അദ്ദേഹം പറയാണ് പരസ്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിക്കാണ്. നീ ഡിസൈഡ് ചെയ്യണം വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. ഒരു ഫെറാരി കാർ, ഒരു ഫെറാരി, ഒരു സ്വിഫ്റ്റ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഫെറാരി എന്നുള്ളത് വാണ്ടാണ്, സ്വിഫ്റ്റ് എന്നുള്ളത് നീഡാണ്. വിശക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചോറ് എന്നുള്ളത് നീഡാണ്, ചോക്ലേറ്റ് എന്നുള്ളത് വാണ്ടാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കാനുള്ള കുപ്പായം നീഡാണ്, 10,000 കുപ്പായം വാണ്ടാണ്. വാണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹം. വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. ഇപ്പം വലിയൊരു മുതലാളി കല്യാണം കഴിക്കുന്നത് കണ്ടൊരു പാവപ്പെട്ടവൻ അതുപോലെ കല്യാണം കഴിച്ചാൽ അതവന്റെ അത്യാഗ്രഹമാണ്. അവന്റെ നീഡ് എന്താ? ഒരു കല്യാണം നടക്കണം, അത് 10,000, 50,000, 1,00,000 ചെലവഴിച്ചിട്ട് സാധാരണ കല്യാണം, അതവന്റെ നീഡാണ്. അപ്പൊ നീ മനസ്സിലാക്കണം വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. നിന്റെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെലവഴിക്കണം. നീ ലുക്കിംഗ് ലൈക്ക് എ സെക്സി ഗേൾ അല്ലെങ്കിൽ സെക്സി മാൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ജീന് 10,000 കൊടുത്ത് നീ വാങ്ങണ്ട, അതിന്റെ ആവശ്യമില്ല. നിന്റെ ആവശ്യം നീ കഴിക്കുക. അതേപോലെ ഉച്ചയ്ക്ക് നന്നായി വിശക്കുമ്പോ ചോറ് കഴിക്കാന്നുള്ളത്, മീൽസ് കഴിക്കാന്നുള്ളത്
എന്നുള്ളത് നിന്റെ ആവശ്യം, നീ കഴിക്കണം. അതേസമയം അപ്പുറത്ത് പോയിട്ട് ഫലൂദ കഴിക്കുക എന്നുള്ളത് നിന്റെ വാണ്ടാണ്, നിന്റെ ആഗ്രഹമാണ്, അത് ഒഴിവാക്കണം. അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ ഒഴിവാക്കി നിന്റെ ആവശ്യങ്ങളിലേക്ക് നീ മാറണമെന്ന് പറയുന്നുണ്ട്. സൺസ്ക്രീന് യൂസ് ചെയ്യാന്നുള്ളത് നീഡല്ല. ഇപ്പൊ നമ്മളെ മുമ്പുള്ള ആളൊന്നും സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല. ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഫൗണ്ടേഷൻ ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. ലിപ്സ്റ്റിക് ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. ഐലൈനർ ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. മോയ്സ്ചറൈസർ ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. നമ്മുടെ തലമുറയൊന്നും അങ്ങനെ ഉപയോഗിച്ച് വന്നവരല്ല. പക്ഷെ ഇന്നൊരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടികൾ കാണിച്ചേരി, ഫൗണ്ടേഷൻ ഉപയോഗിക്കാതെ പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടികൾ കാണിച്ചേരി. മിനിമം ഒരു 5000 രൂപയ്ക്ക് ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ ചെലവുണ്ട്. മുടി സ്ട്രൈറ്റനിങ് ചെയ്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി മുടി ഷാളിന്റെ അകത്ത് മറച്ചു വെച്ച് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചോദിച്ച സമ്മാനം തരും. മുടി സ്ട്രൈറ്റനിങ് ചെയ്ത, സ്മൂത്തനിങ് ചെയ്ത, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി ഷാളിന്റെ മറയത്ത്, ഹിജാബിന്റെ മറയത്ത് മുടി മറച്ച് ഒരു തെല്ല് പോലും, ഒരു തരി പോലും മുടി കാണിക്കാതെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചത് ഞാൻ. അപ്പൊ ഇത്രയൊക്കെ 10000 രൂപ കൊടുത്തിട്ട് സ്ട്രൈറ്റനിങ് നടത്തി, അയണിങ് ചെയ്ത്, സ്മൂത്തനിങ് ചെയ്ത്, അതിനുപയോഗിക്കുന്ന കണ്ടീഷണറിന് പോലും 2000-ന്റെ മുകളിൽ റേറ്റ് ആണ്. 2000 കണ്ടീഷണർ, 2000-ന് ഷാമ്പ്, അത് കഴിഞ്ഞ് അത് ഉപയോഗിക്കാനുള്ള അതിന്റെ ഒരു വെറ്റ്നെസ് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സിറമുകൾ, ആ സിറമിനും 1000. ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇത്രയൊക്കെ ചെലവഴിച്ചിട്ട് ഇതിനൊരു ഹിജാബിന്റെ ഉള്ളിൽ കെട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞ എന്നെ കിട്ടൂല. ഇതാണ് നമ്മുടെ പെൺകുട്ടികളുടെ ആശയം. എന്നെ കിട്ടൂല. അപ്പൊ ഇത്രയൊക്കെ ചായത്തിന് ചെലവഴിച്ച് പുറത്ത് കാണിക്കണം. നമ്മളെന്തിനാ വീടെടുക്കുന്നത്? നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നാട്ടാരെ കാണിക്കാനാണ്. അല്ലേ? അല്ല എന്ന് പറ. നമ്മളെന്തിനാ വലിയ വീട് എടുക്കുന്നു? 20,000 സ്ക്വയർ ഫീറ്റ് വീട് എന്തിനാ നമ്മൾ എടുക്കുന്നു? നാട്ടാരെ കാണിക്കാൻ. നമ്മൾക്കാണെങ്കിൽ ഒരു ചെറിയ 3000-4000 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് മതിയാകും. പക്ഷെ നാട്ടാരെ കാണിക്കണം. നമ്മളെന്തിനാ വലിയ വണ്ടി എടുക്കുന്നത്? നാട്ടാരെ കാണിക്കാനാണ്. നമ്മൾക്കാണെങ്കിൽ ഒരു ബെൻസൊക്കെ മതിയാകും. ഇപ്പൊ എത്ര ആവശ്യം പൈസക്കാരനാണെങ്കിൽ ഒരു ബെൻസൊക്കെ മതിയാകും. റോൾസ് റോയ്സിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എന്തിനാണ്? നാട്ടുകാരെ കാണിക്കണം. ഞാൻ എന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. 20,000 സ്ക്വയർ ഫീറ്റ് വീട്, അല്ലെങ്കിൽ 40,000 സ്ക്വയർ ഫീറ്റ് വീട്, 15,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് എന്തിനാണ്? ചിലപ്പോൾ നമ്മൾ അവിടെ നടന്നു പോലും എത്തൂല. ഒരു മാസത്തിൽ പോലും ആ വീടിന്റെ മുഴുവനും നടക്കാൻ കഴിയൂല. പക്ഷെ എന്തിനാണ്? നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ ചെയ്താൽ ജനങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, മോറിസ് ട്യൂസ്ഡേ വിത്ത് മോറിയില് മോറിസ് ഷോർട്സ് പറയുന്നുണ്ട്, എങ്ങനെയാണ് നിനക്ക് റെസ്പെക്ട് കിട്ടുക? എങ്ങനെയാണ് നിനക്ക് റെസ്പെക്ട് കിട്ടുക? നീ വിചാരിക്കും വലിയ വണ്ടി എടുത്താൽ റെസ്പെക്ട് കിട്ടും, നീ വിചാരിക്കും വലിയ വീടെടുത്താൽ റെസ്പെക്ട് കിട്ടും, നീ വിചാരിക്കും ബർബറിയുടെ കൂളിംഗ് ഗ്ലാസും സൺഗ്ലാസും ബർബറിയുടെ ടീഷർട്ടും അതുപോലെ തന്നെ 10,000-ങ്ങളുടെ ഷൂ ഒക്കെ ധരിച്ചിങ്ങനെ ടിപ്പായി കുട്ടപ്പനായി പുറത്തിറങ്ങിയ ആളുകൾ നിന്നെ റെസ്പെക്ട് ചെയ്യും. അദ്ദേഹം പറയുന്നു, നീ ഒരു മുതലാളിയുടെ അടുത്തേക്ക് 10,000 രൂപയുടെ ഷർട്ടും 10,000 രൂപയുടെ റൈവന്റെ സൺഗ്ലാസും വെച്ച് നീ പോകുമ്പോ ആ മുതലാളി നിന്നെ പുച്ഛിക്കും. കാരണം നിന്റെ 10,000 രൂപയുടെ സൺഗ്ലാസ് ആണെങ്കിൽ അയാളുടെ അടുത്തേക്ക് 1,00,000 രൂപയുടെ സൺഗ്ലാസ് ഉണ്ടാകും. നീ ധരിക്കുന്ന പാന്റിന് 5,000 രൂപയാണെങ്കിൽ, ഷൂവിന് 10,000 രൂപയാണെങ്കിൽ അയാൾ ധരിച്ചത് 1,00,000 രൂപയുടേതായിരിക്കും. അപ്പൊ മുതലാളി നിന്നെ പുച്ഛിക്കും. ഇതല്ല നിന്റെ അടുത്തുള്ളൂ. നീ ഒരു ബെൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു എസ് ക്ലാസ് എടുത്തിട്ട് ഒരു മുതലാളി അടുത്ത് പോവാണ് ഷോപ്പിന് വേണ്ടിയിട്ട്, അയാൾ നിന്നെ പുച്ഛിക്കും. കാരണം അയാളുടെ വീട്ടില് റോൾസ് റോയ്സ് ഉള്ളത്, അയാൾ നിന്നെ പുച്ഛിക്കും. ഇതല്ല നിന്റെ അടുത്തുള്ളൂ. അപ്പൊ നീ വലിയ സമ്പത്ത് കൊണ്ട് ആളുകളുടെ മുമ്പിൽ റെസ്പെക്ട് വാങ്ങിക്കാൻ നിൽക്കണ്ട. മുതലാളിമാർ നിന്നെ പുച്ഛിച്ചു കളയും. ഇനി പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നീ പോയാലോ? ഒരു ഓട്ടോറിക്ഷ പോലും ഇല്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് നീ വലിയ എസ് ക്ലാസ് എടുത്ത് വലിയ റൈബന്റെ ക്ലാസ് ഒക്കെ വെച്ച് പോയാലോ? അയാൾക്ക് നിന്നോട് അസൂയ ഉണ്ടാവും. അയാൾ നിന്നെ അസൂയയോടെ കാണാം. അയാൾ നിന്നെ റെസ്പെക്ട് ചെയ്യില്ല, അയാൾ നിന്നെ ബഹുമാനിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് റെസ്പെക്ട്? എങ്ങനെയാണ് നിനക്ക് റെസ്പെക്ട് കിട്ടുക? അദ്ദേഹം പറയുന്നുണ്ട്, റെസ്പെക്ട് കിട്ടണമെങ്കിൽ യു ഗിവ് വാട്ട് യു ഹാവ്. എന്താ നിനക്കുള്ളത് അത് നീ ജനങ്ങൾക്ക് നൽകണം. പൈസ ഉണ്ടോ? പൈസ നൽകണം. പണം ഉണ്ടെങ്കിൽ പണം നൽകണം. പണമില്ലേ? നിനക്ക് സമയമുണ്ടോ? കുറച്ച് സമയം നൽകണം. എങ്ങനെയാണ് സമയം നൽകുക? നിനക്ക് കുറച്ച് വിവരമുണ്ടോ? നിനക്ക് കമ്പ്യൂട്ടറൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണോ എങ്കിൽ വീട്ടിലുള്ള ഉപ്പമാർക്ക് ഉമ്മമാർക്കൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുക. അതൊക്കെ നീ റെസ്പെക്ട് കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലുള്ള ആളുകൾക്ക് പോയി കമ്പ്യൂട്ടർ പഠിപ്പിക്കുക. ഒന്നുമില്ല, പണമില്ല, വിവരമില്ല, ഇൽമില്ല. ഇൽമുണ്ടെങ്കിൽ നിനക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക, റെസ്പെക്ട് കിട്ടും. പണം ഉണ്ടെങ്കിൽ പണം കൊടുക്കുക, അപ്പൊ റെസ്പെക്ട് കിട്ടും. ഇനി രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടോ?
റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ യാചിച്ചു നടക്കുന്ന ബെഗർമാരായ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരോട് പോയി ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചാൽ അടുത്ത പ്രാവശ്യം നീ വരുമ്പോ അയാൾ നിന്നെ റെസ്പെക്ട് ചെയ്യും. നിനക്ക് എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നിനക്ക് റെസ്പെക്ട് കിട്ടുക. അല്ലാതെ വലിയ സൺഗ്ലാസ് ധരിക്കലോ വലിയ വാഹനങ്ങൾ വാങ്ങലോ വലിയ വീടെടുക്കലോ അല്ല നിനക്ക് റെസ്പെക്ട് കിട്ടാൻ, നിനക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ, സംതൃപ്തി കിട്ടാനുള്ള മാനദണ്ഡമെന്ന് അദ്ദേഹം വളരെ മനോഹരമായി അതിൽ സമർത്ഥിക്കുന്നുണ്ട്. വളരെ ശരിയാണ്, വലിയൊരു ഫാക്റ്റ് ആണത്. അതുകൊണ്ട് എന്താ നിനക്കുള്ളത് അത് നീ പൊതുജനങ്ങൾക്ക് നൽകുക. അറിവുള്ളവർ അറിവ് പകർത്തുക, അറിവ് നൽകുക, അറിവ് പ്രചരിപ്പിക്കുക. സമ്പത്തുള്ളവർ ബൂസ്റ്റ് ചെയ്യാതെ, ബോസ്റ്റിംഗ് കാണിക്കാതെ, ഷോ ഓഫ് കാണിക്കാതെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അവർ നിന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുക, അവർ നിന്നെ ബഹുമാനിക്കാൻ തുടങ്ങുക. സമയമുള്ളവർ എത്രയോ അനാഥാലയങ്ങൾ അവിടെയൊക്കെ പോയി ആളുകളോട് സംസാരിക്കുക. വൃദ്ധയായ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നിരന്തരമായി സംസാരിച്ച് സഹകരിച്ച് അവരോട് എപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്ത് സന്ദർശിച്ച് അവരുമായി നല്ല ബന്ധമുണ്ടാക്കിയാൽ അവർ നിന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ സഹോദരിമാരെ, ലോകത്ത് കാണുന്ന പരസ്യങ്ങൾ കണ്ട് വഞ്ചിതരാവേണ്ടവരല്ല നമ്മള്. മറ്റുള്ള മതക്കാര് പലതും ചെയ്യുമ്പോ അതിൽ വഞ്ചിതരാവേണ്ടവരല്ല നമ്മള്. സിനിമക്കാര് കാണിക്കുന്നതിൽ വഞ്ചിതരാവേണ്ടവരല്ല നമ്മള്. സിനിമക്കാരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ദാമ്പത്യ ജീവിതത്തെ ചിത്രീകരിച്ചരാ അല്ലെ? സിനിമ കാണുന്ന ആളുകളാണല്ലോ എല്ലാരും. സിനിമയിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ദാമ്പത്യ ജീവിതത്തെ മനോഹരമായിട്ടാണ് ചിത്രീകരിക്കുക. അതേ നടൻ സിനിമയിൽ നിന്ന് പുറത്തെത്തിയാൽ ഭാര്യയുമായിട്ട് നല്ല ശണ്ടയാണ്, ഭാര്യയുമായിട്ട് നല്ല അടിപിടിയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ഭാര്യ ഡിവോഴ്സ് ചെയ്യുന്നു, വേറൊരാളെ കല്യാണം കഴിക്കുന്നു. സിനിമാ മേഖലയിൽ എത്ര വിവാഹ മോചനങ്ങളാണ് നടക്കുന്നത്, എത്ര പ്രശ്നങ്ങളാണ് സിനിമാ മേഖലകളിൽ നടന്നത്. മീ ടു എന്ന് പറയുന്ന ക്യാമ്പയിൻ ഉണ്ടായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായി, സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ചർച്ചയായി. സ്വന്തം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്ന എത്ര നടന്മാരുണ്ട്, എന്നിട്ട് വേറെ കല്യാണം കഴിക്കുന്ന എത്ര നടന്മാർ. എന്നിട്ട് ഇവരാണ് സിനിമയിൽ വന്നിട്ട് ദാമ്പത്യ ജീവിതം മനോഹരമാണ് എന്ന് അഭിനയിച്ച് കാണിച്ചു തരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് തോന്നാണ് കല്യാണം എന്തോ ഒരു രസമാണെന്ന്. അപ്പൊ കല്യാണത്തിലേക്ക് ആലോചിക്കാതെ പഠിക്കാതെ കല്യാണത്തിലേക്ക് അവർ പോവാണ്. സത്യം പറഞ്ഞാൽ പ്രീ മാരിറ്റൽ കോഴ്സ് ചെയ്യാതെ ഒരാളും കല്യാണം കഴിക്കാൻ പാടില്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനേ പാടില്ല. സിനിമയിൽ കാണുന്നതല്ല കല്യാണം, സീരിയലിൽ കാണുന്നതല്ല കല്യാണം, റീലുകളിൽ കാണുന്നതല്ല കല്യാണം. റീലുകളിൽ ഏതെങ്കിലും രണ്ട് കപ്പിളുകൾ വല്ലാതെ റൊമാൻറ്റിക് ആയിട്ട് അവർക്ക് വരുമാനം വരാൻ വേണ്ടി, ഏണിങ്ങിന് വേണ്ടി, ഇൻകമിന് വേണ്ടി, റവന്യൂവിന് വേണ്ടി അവർ അഭിനയിച്ച് കാണിക്കുമ്പോ നമ്മുടെ മക്കളൊക്കെ വിചാരിക്കും കല്യാണം എന്ന് പറഞ്ഞാഹോ എന്തൊരു മനോഹര, എന്തൊരു സന്തോഷാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ചക്കയുടെ കഥ പറയാറുണ്ട്. ചക്കയുടെ കഥ പറയാറുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട്. എന്താ കഥ? ചക്കയ്ക്ക് നല്ല സ്മെല്ലാണ്. ചക്ക പഴുത്താല് ഭയങ്കര സ്മെല്ലാണ്, നല്ല സുഗന്ധമാണ്. ഇത് കണ്ടിട്ട്, ഈ സ്മെല്ല് കണ്ടിട്ട് ഒരു ഉറുമ്പ് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ കൂട്ടത്തിലുള്ള ഉറുമ്പുകൾ ഒരു ഉറുമ്പിനെ പറഞ്ഞയച്ചു. അതെന്താണ് ഇത്ര മണമുള്ള സാധനം, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഉറുമ്പിനെ പറഞ്ഞയച്ചു. ഉറുമ്പിന്റെ നേതാവ് ചക്കയുടെ ഉള്ളിൽ പോയി അതിന്റെ വെളിഞ്ഞിയിൽ പറ്റിപ്പിടിച്ചു. വെളിഞ്ഞി എന്നല്ല പറയുന്നത് അല്ലെ? അതിന്റെ വെളിഞ്ഞിയിൽ പറ്റിപ്പിടിച്ചു. ഇതിന് പുറത്തു വരാൻ കഴിയുന്നില്ല. അപ്പൊ ബാക്കിയുള്ള ഉറുമ്പുകളൊക്കെ കുറെ കാത്തുന്നു, എന്തേ വരാത്ത. അപ്പൊ ചില ആളുകൾ ചർച്ച തുടങ്ങി, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നമ്മൾ പോണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ തിന്നായിരിക്കും. നമ്മൾ പോയാലോ, ഇപ്പൊ പോണ്ട, കുറച്ച് വരുമായിരിക്കും, വന്നില്ല, അടുത്താള് പോയി, അടുത്താളും പറ്റിപ്പിടിച്ചു. അപ്പൊ ബാക്കിയുള്ള ആൾ എന്താ വിചാരിക്കുക? ഭയങ്കര രസമുണ്ടാവും, അതുകൊണ്ടല്ലേ രണ്ടാളും വരാത്തത്. അങ്ങനെ എല്ലാരും പോയി, എല്ലാരും പറ്റിപ്പിടിച്ചു. ഇതന്നെയാണ് കല്യാണം. റീലുകളും സിനിമകളൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ചക്കയുടെ മണം പോലെ എന്തോ ഒരു രസമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ കല്യാണം എന്ത് എന്ന് പഠിക്കാതെ നമ്മൾ വേഗം കല്യാണം കഴിക്കുന്നു, പ്രണയിക്കുന്നു, പ്രേമിക്കുന്നു. ഇത് എന്തോ ഒരു ജീവിതമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് തുടക്കത്തിലുള്ള സുഖമൊന്നും പിന്നുണ്ടാവില്ല. പ്രേമത്തിലും, കല്യാണം മാത്രമല്ല, പ്രേമത്തിലും തുടക്കത്തിലുള്ള സുഖമൊന്നും പിന്നെ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഒരു ലോകാണ്. 6 മാസം കഴിഞ്ഞാല് ഉറുമ്പിന്റെ അവസ്ഥ എല്ലാവർക്കും. അപ്പൊ എന്ത് വേണം, എന്താണ് കല്യാണം എന്ന് നമ്മൾ പഠിക്കണം. എന്താണ് കല്യാണം? ആ കല്യാണം പെണ്ണും പഠിക്കണം, ആണും പഠിക്കണം. അതെങ്ങനെയാ പഠിക്കുക? പ്രീ മാരിറ്റൽ കോഴ്സുകൾ നമ്മുടെ മഹല്ലുകളിൽ നിർബന്ധമാക്കണം. പ്രീ മാരിറ്റൽ കോഴ്സിലെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂല എന്ന് മഹല്ലുകൾ തീരുമാനിക്കണം.
അങ്ങനെ തീരുമാനിച്ച് പ്രൈമാരിറ്റൽ കോഴ്സുകൾ എടുത്താലും ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായി വൈവാഹിക ജീവിതം എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. ഉപ്പാക്കറിയാലോ, ഒരു പിതാവിനറിയാലോ, നമ്മൾക്കറിയാലോ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നമ്മൾക്കറിയാലോ, അറിയില്ലേ? നമ്മൾക്ക് ഒരുപാട് സ്വപ്നമായിട്ടല്ല നമ്മളൊക്കെ കല്യാണം കഴിച്ച് നമ്മുടെ ഭാര്യയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷിച്ചതൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആരെയാ നമ്മൾ വിളിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞു പോകുന്ന മകളെ നമ്മൾ വിളിക്കണം. എന്നിട്ട് മകളോട് പറയണം, മോളെ, ഞാൻ നിന്റെ ഉമ്മയെ കല്യാണം കഴിക്കും, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതാ എന്റെ കല്യാണം കഴിഞ്ഞ 10-30-40 വർഷമായി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്റെ ഉമ്മയിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോയത് ഇതാണ്, ഞാൻ പ്രതീക്ഷിച്ച് എനിക്ക് ലഭിക്കാതെ പോയത് ഇതാണ്, ഞാനും നിന്റെ ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഇതൊക്കെയാണ്. അതുകൊണ്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് ഈ രീതിയിൽ നീ പെരുമാറരുത്, ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറിയാലാണ് ഭർത്താവിന് നിനക്ക് തൃപ്തി ഉണ്ടാവുക. നമുക്ക് കൃത്യമായിട്ട് അറിയാലോ നമ്മുടെ ഭാര്യ എങ്ങനെ പെരുമാറിയാലാണ് ഭാര്യയോട് നമ്മൾക്ക് സ്നേഹം ഉണ്ടാവുക, അല്ലെ? നമ്മളൊരു കാര്യം പറയാതെ, ഒരു കാര്യം അടിച്ചേൽപ്പിക്കാതെ സ്വയം അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നമ്മളെ ഭാര്യമാര് നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തരുമ്പോഴാണ് നമ്മൾക്ക് സ്നേഹം ഉണ്ടാവുക. അതല്ലാതെ അത് ചെയ്യ്, ഇത് ചെയ്യ്, അയൺ ചെയ്യ്, അലക്ക്, മറ്റതാക്ക്, ചായത, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കിട്ടുമ്പോൾ ആർക്ക് താല്പര്യം ഉണ്ടാവില്ല. പറയാൻ തന്നെ മടിയുണ്ടാകും ആളുകൾക്ക്. എങ്ങനെയാണ് ഞാൻ ഭാര്യയോട് ഒരു ചായ വെക്കാൻ പറയാ? എനിക്ക് ചായ വെക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കുക, ഭാര്യയോട് പറയുന്നത് മോശമല്ലേ? എങ്ങനെയാണ് ഞാൻ ഭാര്യയോട് വസ്ത്രം വാഷ് ചെയ്യാൻ പറയാ? എനിക്ക് വാഷ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ വാഷ് ചെയ്താൽ പോരെ? അയൺ ചെയ്യാൻ എനിക്ക് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാ ഭാര്യയോട് പറയാൻ തന്നെ ചില ആളുകൾക്ക് മടിയുണ്ടാകും. പക്ഷേ തിരക്ക് കാരണം ചിലർക്ക് സമയം കിട്ടാതിരിക്കുമ്പോൾ ഭാര്യയോട് പറയും. ആ പറഞ്ഞ് ചെയ്തു തരുമ്പോഴല്ല സംതൃപ്തി ഉണ്ടാകുന്നത്. നേരെ മറിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടൊക്കെ വളരെ മനോഹരമായി തുടച്ചു വെച്ച്, അടിച്ചു വെച്ച്, വീടിന്റെ റൂമൊക്കെ ബെഡ്റൂമൊക്കെ നന്നായി ക്രമീകരിച്ച്, നമ്മുടെ ഡ്രസ്സുകളൊക്കെ അലക്കിയ ഉടനെ തേച്ച് ഓരോന്നിങ്ങനെ ആങ്കറിൽ ഇങ്ങനെ തൂക്കി, ഒരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന്റെ ആളുകളുടെ ക്രൗഡ് അനുസരിച്ച്, കല്യാണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള ഡ്രസ്സാണ് നമ്മൾ ധരിക്കുക. വലിയ കല്യാണമാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം ധരിക്കും, സാധാ കല്യാണമാണെങ്കിൽ ചെറിയ സാധാ വസ്ത്രം ധരിച്ചു പോകും. അപ്പൊ ഡ്രസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. ഇഷ്ടമുള്ള പ്രോഗ്രാമിന്റെ കനമനുസരിച്ചാണ് നമ്മൾ വസ്ത്രം ധരിക്കുക. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു പോവാ. നേരെ മറിച്ച് കല്യാണത്തിന് സമയമായപ്പോ കുളിച്ച് വാഷ്റൂമിൽ നിന്ന് വരുമ്പോ ഡ്രസ്സില്ല, അപ്പൊ ഡ്രസ് ഇസ്തിരിടാൻ പറയണം, അയൺ ചെയ്യാൻ പറയണം, അയൺ ചെയ്യുന്നത് വരെ കാത്തിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇതൊരു പ്രയാസം ഉണ്ടാകും. അപ്പൊ പറയാൻ തന്നെ മടിയുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ തീരെ ഹാപ്പി ഉണ്ടാവില്ല. അപ്പൊ എന്തുണ്ടാകും? പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഭാര്യ ചെയ്തു തരുമ്പോഴാണ് ഒരു ഭർത്താവിന് വല്ലാത്ത സംതൃപ്തി ഉണ്ടാവുക. തിരിച്ചും അതേപോലെ ഭാര്യയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ഒരു ഭർത്താവിൽ നിന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഭർത്താവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണെന്ന് വല്ലാത്ത സ്വപ്നങ്ങളുമായിട്ടാണ് ആ പെണ്ണ് കല്യാണത്തിലേക്ക്, വീട്ടിലേക്ക് കടന്നു വരിക. എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താവിന്റെ സ്വഭാവം കാരണം ഒരു ദിവസം പോലും സന്തോഷം കിട്ടാത്ത ഉമ്മയായിരിക്കും വീട്ടിലുണ്ടാകുന്നത്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന തന്റെ മകനെ ഉമ്മ വിളിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന പുതുമണവാളനെ ഉമ്മ വിളിച്ചിട്ട് ഒരുപാട് നേരം പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉപ്പയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇതാണ്, എനിക്ക് കിട്ടിയത് ഇതാണ്, നമ്മൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. എന്താ കാരണം എന്നറിയോ? നിന്റെ ഉപ്പയുടെ വാശിയാണ്. അതുകൊണ്ട് വാശി പിടിക്കരുത് മോനെ. ഭാര്യയെ നിന്റെ ദൈവമായി കാണണം, നിന്റെ ഏറ്റവും നല്ല സ്വന്തം പാർട്ട്ണറായി കാണണം, നിന്റെ ഇണയായി കാണണം. എന്തേ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചപ്പോ അതേ ഒരു പിടി മണ്ണ് കൊണ്ട് ഹവ്വയെ സൃഷ്ടിക്കാത്തത് ലോകത്തുള്ള മണ്ണ് തീർന്നത് കൊണ്ടാണോ? ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം, അല്ലാഹുവിന്റെ വിസ്മയങ്ങളിൽപ്പെട്ട വിസ്മയം, അത്ഭുതങ്ങളിൽപ്പെട്ട അത്ഭുതമാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണയെ തന്നു എന്നുള്ളത്. എന്താ നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ തന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മഹാന്മാരായ മലക്കുകളെ പ്രകാശത്തിൽ നിന്ന്, ഇബ്ലീസിനെ ജിന്നുവർഗ്ഗങ്ങളെ തീയിൽ നിന്ന്, എന്റെ ഹവ്വാ ബീവിയെ മറ്റൊരു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചാ പോരെ? പെണ്ണുങ്ങളൊക്കെ ഒരു മണ്ണിൽ നിന്ന്, ആണുങ്ങളൊക്കെ ഒരു വേറൊരു മണ്ണിൽ നിന്ന്. അതെന്തേ എങ്ങനെ സൃഷ്ടിക്കാത്തത്? നിങ്ങളുടെ ഭാഗമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ തന്നത്, അഥവാ നിങ്ങളുടെ ഹൃദയത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഭാര്യയിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയെ സൃഷ്ടിച്ചത് അവൾ നിങ്ങളുടെ ഭാഗമാണ് എന്ന് തെളിയിക്കാനാണ്. അല്ലെങ്കിൽ പെണ്ണ് നാളെ പറയും, ഞാൻ വേറെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ബന്ധം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വേറൊരു ജനുസ, നിങ്ങൾ വേറൊരു ജനുസ. അത് പറയാതിരിക്കാൻ
തിരിയാൻ നീയും പറയും ഒരുപക്ഷെ ദേഷ്യപ്പെടുമ്പോൾ നീ വെറുതെ അല്ല ഇങ്ങനെ ആയിപ്പോയത്, നീ വേറൊരു മണ്ണിൽ നിന്ന് ഏതെങ്കിലും മരുഭൂമിയിലെ മണ്ണായിരിക്കും എന്ന് പറയും. അപ്പൊ പെണ്ണിന് പറയാലോ ഇത് മരുഭൂമിയിലെ മണ്ണല്ല, നിങ്ങളുടെ സ്വന്തം ഭാര്യയിൽ നിന്ന് എന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പണ്ട് പറയുമ്പോൾ ഒരു പിതാവിന് ഒരു ഭർത്താവിന് മറുപടി ഉണ്ടാവൂല. അപ്പൊ സ്വന്തം ഭാര്യയിൽ നിന്ന് അള്ളാഹു ഒരു പെണ്ണിനെ സൃഷ്ടിച്ചത് നിന്റെ പകുതി എന്ന് പറയാനാണ്, ബെറ്റർ ഹാഫായി മാറാനാണ്, ഒരു ഇണയാവാനാണ്. സൗജി എന്ന് പറഞ്ഞാൽ ഇണയാണ്, വേറൊരാളല്ല, നിന്റെ നേരെ പകുതിയാണ് നിന്റെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പൊ പ്രതീക്ഷിച്ചു വരുന്ന ഭാര്യയെ നീ പ്രയാസപ്പെടുത്തരുത്. ഉമ്മ പറയണം ഞാനും ഭാര്യയും തമ്മിൽ ഒരു പ്രയാസം ഉണ്ടായാല് നീ ഭാര്യയെ പ്രിഫർ ചെയ്യണം എന്ന് ഉമ്മ മോനോട് പറയണം. എങ്കിലും ഒരിക്കലും ഉമ്മ ആ മകൻ ഭാര്യയെ പ്രിഫർ ചെയ്യൂല, ഉമ്മയെ തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ പേടിയാ മക്കള് കല്യാണം കഴിയുമ്പോ, പഠിച്ചോനെ ഭാര്യ പറഞ്ഞതുപോലെ മക്കള് കേൾക്കുവോ. ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യുന്നത് പോലും ഇഷ്ടമില്ലാത്ത വീട്ടിൽ ഉമ്മമാരുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് എൻജോയ് ചെയ്യട്ടെ ഉമ്മമാരെ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കല്യാണം കഴിഞ്ഞ് കാറിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നല്ല ഉമ്മ വെറുതെട്ടിട്ട് വന്നിട്ട് നല്ല വേക്കലിരിക്കും. അവർ പോട്ടെ, നിങ്ങൾ എന്തിനാ വെറുതെ കെട്ടുറുമ്പാവുന്നു? നിങ്ങൾ ആവശ്യമുള്ള പരിപാടിക്ക് നിങ്ങൾ പോകണം, അല്ലാതെ ഇവരെവിടെങ്കിലും ടൂർ പോകുമ്പോൾ നിങ്ങൾ വല്ല കയറി കുത്തിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ വേറെ പോകണം, എല്ലാവരും കൂടി വേറെ ടൂർ പോകണം. ഇവർക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാനൊക്കെ അവസരം കൊടുക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. എവിടേക്കെങ്കിലും ഹസ്ബൻഡിന്റെ കൂടെ പോകുമ്പോൾ അപ്പം ഉണ്ടാകും ഉമ്മ വന്നിട്ട് കയറുന്നു. എന്തിനാ അതിന്റെ ആവശ്യം? നിങ്ങൾ മക്കളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്ത് പ്രശ്നം, നീ സ്വാഭാവികമായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും മകനും പിന്നെ ഉമ്മയുടെയും ഭാര്യയുടെ ഇടയിലുള്ള ചില അകൽച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നീ എന്നെക്കാളും ഭാര്യയെ പ്രിഫർ ചെയ്യണം, ഭാര്യ നീ വേദനിപ്പിക്കരുത്, അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണെന്നൊക്കെ ഒരു ഉമ്മ മകനോട് പറഞ്ഞാൽ ആ മകൻ പിന്നെ ഒരിക്കലും ഉമ്മാനെ മറക്കൂല, ഉമ്മയെ പ്രിഫർ ചെയ്യുള്ളൂ, അല്ലാതെ ഭാര്യനെ കൊണ്ട് ഒളിച്ചോടൊന്നുമില്ല. അപ്പൊ ഈ മാതാവും പിതാവൊക്കെ മക്കൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഈ വിഷയങ്ങളൊക്കെ. അപ്പോഴാണ് എന്താണ് കല്യാണം എന്ന് മനസ്സിലാവുക. ഇതൊന്നും അറിയാതെ കല്യാണം കഴിച്ച് 6 മാസം ആകുമ്പോ ഭർത്താവിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് തൊലാഖല്ല, സൂയിസൈഡ് അല്ലേ? എത്ര കേസാ? വിവാഹമോചനങ്ങളുടെ കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇതൊന്നും അറിയാതെ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരിമാരോട്, ചെറുപ്പക്കാരോട്, ക്യാമ്പസിൽ പഠിക്കുന്ന, കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, അല്ലാഹു ഉണ്ട് എന്ന ചിന്തയിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.